നമസ്കാരം. 2005 തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ തഞ്ചാവൂർ ജില്ലയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയ്ക്കടുത്ത് തെരുവിൽ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പുഴുവും ഉറുമ്പും അരിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃത രൂപത്തിലാണ് ആ സ്ത്രീ ഉണ്ടായിരുന്നത്. ബന്ധുക്കൾ ഉപേക്ഷിച്ച് കടന്നതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. പോലീസ് ആ സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. മരണത്തോട് മല്ലടിച്ച് തെരുവിൽ കിടന്ന ആ സ്ത്രീ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ താരനായികയായിരുന്ന നിഷ നൂറായിരുന്നു. അമ്മയുടെ മരണത്തോടെ അനാഥയായ നിഷ ആശ്രയമില്ലാതെ നരകിക്കുകയായിരുന്നു. സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനാകാത്തത്ര ഗുരുതരമായിരുന്നു അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഒടുവിൽ 2007 ഏപ്രിൽ 23 തൻ്റെ 44-ാം വയസ്സിൽ നിഷ അന്തരിച്ചു. വർണ്ണക്കാഴ്ചകൾ നിറഞ്ഞ സിനിമാ ലോകത്ത് നിന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കും വിസ്മൃതിയുടെ ഇരുട്ടിലേക്കും വീണുപോയ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ദുരന്ത ജീവിതമാണ് നടി നിഷ നൂറിൻ്റേത്. 80കളിലെ തിരക്കുള്ള നടിയായിരുന്നു നിഷ നൂർ. തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമെല്ലാം അഭിനേത്രിയായി നിഷ നിറഞ്ഞു നിന്നു. വശ്യമായ സൗന്ദര്യവും മനോഹരമായ ചിരിയും ഒപ്പം അഭിനയ സിദ്ധിയും ചേർന്നപ്പോൾ ചുരുങ്ങിയ കാലത്തിനിടെ അവർ പ്രേക്ഷക ശ്രദ്ധ നേടി. തനിക്കൊപ്പമുണ്ടായിരുന്നവർ ജീവിതത്തിലും സിനിമയിലും വിജയത്തിന്റെ പടവുകൾ കയറിയപ്പോൾ നിഷയ്ക്ക് കാലിടറുകയായിരുന്നു. ഒടുവിൽ ആരോരുമില്ലാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന് മരണം വരികയായിരുന്നു നിഷ. കമലഹാസൻ, രജനീകാന്ത്, മമ്മൂട്ടി തുടങ്ങി വൻ താരങ്ങൾക്കൊപ്പം തിളങ്ങി തിരക്കിന്റെ പാരമ്യത്തിൽ നിൽക്കവെയാണ് അവരുടെ ജീവിതം നിലതെറ്റി തുടങ്ങിയത്. മമ്മൂട്ടിയെ നായകനാക്കി ഭദ്രൻ സംവിധാനം ചെയ്ത അയ്യർ ദി ഗ്രേറ്റ് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് നിഷ നൂർ. മിമിക്സ് ആക്ഷൻ 500 ആണ് മലയാളത്തിൽ ഒടുവിൽ അഭിനയിച്ച ചിത്രം. കമലഹാസൻ നായകനായ ഭാരതി രാജ ചിത്രം ടിക് 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 നിഷയുടെ കരിയറിലെ വൻ ഹിറ്റായിരുന്നു. 1980 പുറത്തിറങ്ങിയ മംഗളനായകി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നിഷ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് ഇളമൈക്കോലം, മുയലുക്ക് 3 കാൽ, മാനാമധുരൈ മല്ലി, അവൾ സുമംഗലിതാൻ, ശ്രീ രാഘവേന്ദ്ര തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. എന്നിരുന്നാലും തൻ്റെ സിനിമാ കരിയറിൽ വിചാരിച്ച തരത്തിലുള്ള ഉയർച്ച ഉണ്ടാക്കാൻ അവർക്കായില്ല. അക്കാലത്ത് ശാരീരികമായും സാമ്പത്തികമായും പലരും നിഷയെ മുതലെടുത്തു. ഒരു നിർമ്മാതാവിൻ്റെ പ്രണയക്കുരുക്കിൽപ്പെട്ട അവരുടെ സിനിമാ ജീവിതത്തിനും പ്രായം കൂടുന്തോറും പതിയെ നിറം മങ്ങാൻ തുടങ്ങി. കാമുകന്റെ നോട്ടം അവരുടെ സ്വത്തിലായിരുന്നു. സിനിമയിൽ നിന്ന് നേടിയ സമ്പാദ്യങ്ങൾ മുഴുവൻ അയാൾ തട്ടിയെടുത്തതോടെ നിഷ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പതിച്ചു. അതിൻ്റെ ഫലമായി മാറാവ്യാധിയും പിടികൂടി. അതോടെ സിനിമകളിൽ നിന്നും പതിയെ പതിയെ ഒഴിവാക്കപ്പെട്ട നിഷ മെല്ലെ മെല്ലെ മറവിയിൽ മുങ്ങി. സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതെ വന്നതോടെ നിഷ വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കാലങ്ങൾ മുന്നോട്ടു പോകവേ നിഷയെ ദാരിദ്ര്യം വല്ലാതെ ബാധിച്ചു. കുടുംബത്തിൽ നിന്ന് അവർക്കൊരു സഹായവും ലഭിച്ചില്ല. കൗമാരത്തിന്റെ തുടക്കത്തിൽ തന്നെ നിഷ തന്റെ കസിനുമായി വിവാഹിതയായിരുന്നു. പക്ഷേ പിന്നീട് ദമ്പതികൾ വിവാഹമോചനം നേടിയെന്നും ആ ബന്ധത്തിൽ അവർക്ക് 2 പെൺമക്കളുള്ളതായും പറയപ്പെടുന്നു. ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട നിഷയെ ഒരു നിർമ്മാതാവ് വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചുവെന്നും അതിനുശേഷം ആരും അവളെ സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചില്ലെന്നും കിംവദന്തികൾ പരന്നിരുന്നു. സിനിമാ ലോകവുമായുള്ള ബന്ധമെല്ലാം അപ്പോഴേക്കും നിഷ അവസാനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാലങ്ങളോളം നിഷയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. 2005 തഞ്ചാവൂർ ജില്ലയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയ്ക്ക് സമീപത്തെ തെരുവിൽ നിന്നും നിഷ നൂറിനെ കണ്ടെത്തുമ്പോൾ തിരിച്ചറിയാനാകാത്ത വിധം ശരീരത്തിലെ മാംസം ചുരുങ്ങി അസ്ഥികൂടം മാത്രമായി തീർന്നിരുന്നു അവർ. മുസ്ലിം മുന്നേറ്റ കഴകം എന്ന തമിഴ്നാട്ടിലെ NGO ആണ് നിഷയെ പിന്നീട് നോക്കിയത്. നിഷയ്ക്ക് എയ്ഡ്സ് ആണെന്നും വാർത്ത വന്നിരുന്നു. തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് നിഷയ്ക്ക് അറിവുണ്ടായിരുന്നില്ല എന്നും പറയുന്നു. 2 വർഷക്കാലം താരത്തെ ചികിത്സിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. നിഷ മരിച്ചപ്പോൾ അവരുടെ പഴയകാല ചിത്രം എന്ന പേരിൽ ചില മാധ്യമങ്ങളിൽ വന്നത് സ്വപ്ന ഖന്നയുടെ ഫോട്ടോയായിരുന്നു. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ അക്കാലത്ത് നിറഞ്ഞു നിന്ന സ്വപ്ന 1981 ടിക് 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 എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത്. ഈ ചിത്രത്തിലെ 3 നായികമാരിൽ ഒരാളായിരുന്നു സ്വപ്ന. രാധയും മാധവിയുമായിരുന്നു മറ്റ് നായികമാർ. നിഷ നൂറും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. പലപ്പോഴും സിനിമകളെ വെല്ലുന്ന ജീവിത കഥകളാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുക. കഥകളേക്കാൾ ഞെട്ടിപ്പിക്കുന്നതും ദുരന്തപൂർണവുമായ ജീവിത സാഹചര്യങ്ങളെ പല മനുഷ്യർക്കും നേരിടേണ്ടതായി വരും. അത്തരത്തിൽ കേൾക്കുന്ന ആരുടെയും കാത് മരവിപ്പിക്കുന്ന, കണ്ണിനെ ഈറനണിയിക്കുന്ന ദുരന്തപൂർണമായ ജീവിതകഥയാണ് ഈ പ്രമുഖ നടിയുടേത്. സിനിമാ മേഖലയിലെ ഒരു കറുത്ത പാടെന്ന് വിശേഷിപ്പിക്കുന്ന ദുരന്തങ്ങളാണ് ഈ നടിക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിയത്. രജനീകാന്തിൻ്റെയും കമലിൻ്റെയും സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഈ നടി തൻ്റെ അവസാന കാലത്ത് ദുരിതപൂർണമായ യാതനകളാണ് അനുഭവിച്ചത്.